ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. അപ്പം അത് നമ്മുടെ കയ്യിൽ ഉള്ളത് ഗറില്ല 450 ആണ് കേട്ടോ. അപ്പം ഇത് നൈറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഇലുമിനേഷനും കാര്യങ്ങളും എങ്ങനെയുണ്ട്, പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഓടിച്ചിട്ട് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്തത് എന്നൊക്കെ ആയിരിക്കും ഒരു എക്സ്പീരിയൻസ് പോലെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. അപ്പം ഗറില്ല 450യെ പറ്റി ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ഇതുവരെയുള്ള മോട്ടോർ സൈക്കിളിനേക്കാളും ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് അവർ ബിൽഡ് ചെയ്തതും അവർ മേക്ക് ചെയ്ത ഒരു മോട്ടോർ സൈക്കിളാണ് കേട്ടോ. ഇത് ഏറ്റവും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് വണ്ടി ഇറങ്ങുന്നതിന് മുമ്പേ അതിന് ലീക്ക്ഡ് ഇമേജസും കാര്യങ്ങളൊക്കെ വന്നപ്പം നമുക്ക് ആകെ ഒരു പന്തുകളുണ്ടായിരുന്നു, ഇതെങ്ങനെ ഉണ്ടാവും നേരിട്ട് കാണാനെന്നൊക്കെ. പക്ഷേ നമ്മുടെ എല്ലാ ഇമാജിനേഷൻസും മാറ്റിക്കൊണ്ടാണ് റോയൽ എൻഫീൽഡിൻ്റെ ഗറില്ല 450 അവർ ലോഞ്ച് ചെയ്തത്. വണ്ടി ഫസ്റ്റിൽ ഞാൻ നേരിട്ട് കണ്ടപ്പോഴത്തേന് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം വണ്ടി അത്യാവശ്യം ചെറിയ വണ്ടിയാണ്, പക്ഷേ നല്ല വലിപ്പം നമുക്ക് തോന്നിക്കും. അത്യാവശ്യം വീൽ ബേസും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് കൂടുതലാണ്. ഹൈറ്റിൻ്റെ കാര്യത്തിൽ വണ്ടി കുറച്ച് ചെറുതാണെന്ന് നമുക്ക് തോന്നും കാഴ്ചയിൽ. പക്ഷേ ഇതിൻ്റെ ആ ബാക്ക് സൈഡിൽ നിന്നൊക്കെ ഉള്ളൊരു ലുക്കുണ്ട്. ആ വൈറ്റ് ടയേഴ്സിൻ്റെയും ആ വീൽ ബേസ് കൂടിയ ലെങ്തി വീൽ ബേസിൻ്റെയൊക്കെ ആ ഒരു ലുക്ക് ഭയങ്കര രസമാണ് വണ്ടി കാണാനായിട്ട്. നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ ഇത്തിരി നമുക്ക് അറിയാം വണ്ടിയിൽ എന്തോ ഉണ്ട് സംതിങ് സ്പെഷ്യലി. നമുക്ക് ഒറ്റ നോട്ടിൽ തന്നെ നമുക്ക് വണ്ടി ഇഷ്ടപ്പെടും നേരിട്ട്. ആ ഒരു ലുക്കിംഗ് ആയിരുന്നു വണ്ടി നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഫീൽ ചെയ്തത്. അപ്പോഴും നമുക്ക് വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാവുമെന്നൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സെയിം ഹിമാലയൻ 450യുടെ എഞ്ചിനായിരിക്കും എന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ ആ വണ്ടിയുടെ എങ്ങനെയാണ് അവർ അതിനകത്ത് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തേക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വണ്ടി പെർഫോമൻസ് എന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഹിമാലയൻ 450യെ കുറിച്ച് നിങ്ങൾക്കറിയാം, ആ ഒരു എഞ്ചിൻ എൻ്റെ ഒരു ഡിഫറെൻറ്റ് എഞ്ചിനാണ്. എൻഫീൽഡിൻ്റെ എഞ്ചിൻ DNA കാറ്റഗറിയിൽ വെച്ച് നോക്കുമ്പോൾ ആ ഒരു എഞ്ചിൻ്റെ ലൈനപ്പിൽ തന്നെ ഇത് വന്നപ്പോൾ ഏകദേശം ആ ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ സിമിലർലി ആ ഒരു ക്യാരക്ടർ തന്നെ വണ്ടിക്കുണ്ട്. പക്ഷേ വണ്ടി കുറച്ചും കൂടെ അഗ്രസീവാണ്. ആ ഒരു വാക്ക് ഉപയോഗിക്കാനായിട്ട് കാരണം ഇതുവരെ 390 ഡ്യൂക്ക്, നമ്മുടെ BS3 390 ഡ്യൂക്ക് ഓടിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു കാറ്റഗറി ആ ടൈമിൽ ആ ഒരു വണ്ടി ഓടിച്ചത് കിട്ടിയ ഒരു കിക്കുണ്ട്. ആ ഒരു കിക്ക് പിന്നീട് റിക്കവർ ചെയ്ത് കൊണ്ടുവന്നത് എനിക്ക് ഈ ഒരു വണ്ടി ഓടിച്ചപ്പോഴാണ് കേട്ടോ. അതിന് മുമ്പ് നമ്മൾ അതിനിടയ്ക്ക് വെച്ച് നമ്മൾ പല മോട്ടോർ സൈക്കിൾസ് നമ്മൾ ഓടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും അഗ്രസീവായിട്ടൊരു കിക്ക് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല. വണ്ടിക്ക് ബാക്കിയുള്ള വണ്ടിക്ക് പവറില്ല എന്നല്ല അതിൻ്റെ മീനിങ്. എല്ലാ വെഹിക്കിൾസിനും അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ സിലിണ്ടർ വണ്ടികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ടിൻ സിലിണ്ടറിലോട്ടോ അല്ലെങ്കിൽ മേപ്പോട്ടോ എന്നല്ല പോണേ. പക്ഷേ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു സാധനം ഇതുവരെയും ഒരു കിക്ക് കിട്ടിയിട്ടില്ല. വൺസ് നിങ്ങൾ ആ ഗറില്ല ഇതുവരെ ഓടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ ടെസ്റ്റ് റൈഡ്. ആൻഡ് ആ ടെസ്റ്റ് റൈഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾ പറയുക കേട്ടോ. ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടാവും ഗറില്ല എന്ന്. നിങ്ങൾ സത്യം പറഞ്ഞാൽ അത് ഓടിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ശരിക്കും ഒരു റിവ്യൂ കാണാതാണ് നമുക്ക് വണ്ടി കയ്യിൽ കിട്ടിയത്. ഓടിച്ച് കഴിയുമ്പോഴത്തേന് കിളി പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റിലെ നമ്മൾ വണ്ടി എടുത്ത ടൈമിൽ ജസ്റ്റ് നമ്മൾ നോർമൽ വണ്ടി എടുക്കുന്ന പോലെ കൈയൊന്നും കൊടുക്കാതെ പെരിയായിരുന്നു വണ്ടി എടുത്തുകൊണ്ടിരുന്നത്. ഇതൊരു സെക്കൻഡ് ഗിയറിൽ വണ്ടി ചുമ്മാ കൂളായിട്ട് കയറി പോവാണെന്നേ. പക്ഷെ ആ ഒരു കയറലിനകത്ത് നമുക്ക് ഒരു അഗ്രസീവ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ എന്തോ ഒന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന പോലെ ഒരു സാധനം നമുക്ക് ഇതിനകത്ത് ആ ഒരു കിക്ക് കിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. BS3 ഡ്യൂക്ക് 390യിൽ നമുക്ക് ഈ ഒരു കിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തുടങ്ങി 250 ആണെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് തുടങ്ങി 200 ആണെന്നുണ്ടെങ്കിലും ഒന്നും ആ ഒരു കിക്ക് എവിടെയോ നഷ്ടപ്പെട്ട പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ബേസിക്കലി. പക്ഷേ സിൻസ് ഈ ഒരു ഗറില്ല 450യിൽ ആ ഒരു കിക്ക് നിങ്ങൾക്ക് കിട്ടും. അത് എൻ്റെ അത് ഷുവറാണ്. അത് 100% അത് ഷുവറാണ്. വൺസ് നിങ്ങൾ അതുവരെയും അത് ടെസ്റ്റ് റൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. സേഫ്റ്റി ഗിയേഴ്സ് ഉപയോഗിച്ച് മാത്രം ഗറില്ല 450 ടെസ്റ്റ് റൈഡ് ചെയ്യുക. ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് മിക്കവാറും കിട്ടുന്നത് ഹാഫ് ഫേസ് ഹെൽമെറ്റുകളായിരിക്കും ടെസ്റ്റ് റൈഡിന്. നിങ്ങൾ ഒരിക്കലും അത് ഉപയോഗിച്ച് ടെസ്റ്റ് റൈഡ് ചെയ്യാതെ മാക്സിമം നിങ്ങളുടെ ഓൺ ഹെൽമെറ്റ് തന്നെ യൂസ് ചെയ്ത് ടെസ്റ്റ് റൈഡ് ചെയ്യാൻ നോക്കുക. കാരണം ഇത് ഒരു ഒട്ടും ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഗറില്ല 450 ഈസ് നോട്ട് എ ബിഗിനർ ഫ്രണ്ട്ലി ബൈക്ക്. ഇത് ഒരിക്കലും ഒരു ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയായിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാൻ പോലും പറ്റുന്നില്ല. പല ഷോറൂമുകളും ഇപ്പോഴും ഗറില്ല 450 ഒരു ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി വിടുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് എ ബൈക്ക് ഫോർ എ ബിഗിനേഴ്സ്.
ഇത് അത്യാവശ്യം മോട്ടോർ സൈക്കിളിനകത്ത് ബാലൻസ്ഡ് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈഡേഴ്സിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ഒരു അപ്ഗ്രേഡ് ചെയ്യാനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 150 or 250cc വണ്ടികൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ 200cc വണ്ടികൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റിയൊരു മോഡലാണ് കേട്ടോ ഇത്. അതെനിക്ക് ഷുവറായിട്ടും പറയാൻ പറ്റും. സിംഗിൾ സിലിണ്ടർ വണ്ടികളിൽ നിങ്ങളിപ്പോൾ ടിൻസിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ യു ക്യാൻ ഗോ ഫോർ 650cc വണ്ടീസ് അല്ലാന്നുണ്ടെങ്കിൽ വേറെ കുറേ നമുക്ക് മോഡൽസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും അതർ ബ്രാൻഡ്സ്. ഇപ്പം നിങ്ങൾ റോയൽ എൻഫീൽഡിലെ വണ്ടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈഡറാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടെ അഗ്രീസീവ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ ബിഗിനർ ആണെന്നുള്ള കരുതി ഇത് ഓടിക്കാൻ പറ്റത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ബേസിക്കലി നിങ്ങൾക്ക് മോട്ടോർ സൈക്കിളിനെ കുറിച്ചൊരു നോളജ് ഉണ്ട് അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ എങ്ങനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. ഇതല്ലാതെ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നറിയാത്തവരാണ് ഇതിൻ്റെ മേലിൽ കൈ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് അത്രയ്ക്കും അഗ്രസീവായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു വണ്ടി തന്നെയാണ്. ഇതിന് അതിൻ്റെ അകത്ത് ഉണ്ട് ആ ഒരു ക്യാരക്ടർ ഇതിനകത്ത് തന്നെ ഉണ്ട്. അത്യാവശ്യം 450cc ഏറ്റവും ഹയർ പെർഫോമൻസ് ആയിട്ടുള്ള എഞ്ചിൻ കൂടിയാണ് ഇതിനകത്തിരിക്കുന്നത്. തന്നെയല്ല റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള എഞ്ചിൻ കൂടിയാണ് ഈ 450 ഷെർപ്പ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഏറ്റവും ലൈറ്റസ്റ്റ് എഞ്ചിൻ, ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു എഞ്ചിൻ, ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളിനകത്ത് ഇരിക്കുമ്പം അതെങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വൺസ് ഒന്നും കൂടെ പറയാണ്, റിപ്പീറ്റഡ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ. അതത്രയും കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് മാത്രമാണ് നമ്മളത് പറഞ്ഞു പോകുന്നത്. നിങ്ങളൊന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാത്രം ഗറില്ല 450 നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും നോളജ് വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു സാധനം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിങ്ങളത് പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം ഗറില്ല 450 കൈ എടുക്കാൻ നിൽക്കുക. ഇത് അത്യാവശ്യം ഇങ്ങനെ പൊളിച്ചോടിക്കുന്ന വണ്ടി കേട്ടോ. ഓരോ ഗിയറുകളും ഇതിൻ്റെ പെർഫോമൻസ് ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്ക് 6 ഗിയറൊക്കെ മാറി കഴിയുമ്പോഴത്തേന് വണ്ടി നല്ലപോലെ തന്നെ വണ്ടി നല്ല റേഞ്ചിൽ തന്നെ ഗിയർ നിൽക്കും. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ടും പറ്റും. ഓരോ ഗിയറുകളും കൈ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ടും പറ്റും. പിന്നെ ആകെയുള്ള ഇതെന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡിൻ്റെ ഫാൻ ബേസിലുള്ള വണ്ടി എന്നല്ല എന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡ് ഫാൻസിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ കൂടുതലും നേരത്തെ നമ്മൾ മെറ്റിയോറിൻ്റെ വീഡിയോയിലകത്ത് പറയുന്ന പോലെ കൂടുതലും ടോർക്കി മെഷീൻസ് യൂസ് ചെയ്ത് പഠിച്ചു വന്നവരായിരിക്കും റോയൽ എൻഫീൽഡ് ഫാൻസ് ഓൾറെഡി. അപ്പം അങ്ങനെ യൂസ് ചെയ്ത് വന്നവർക്ക് ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നും. കാരണം ഇതിനകത്ത് ഗിയർ ചേഞ്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പം നമ്മൾ നേരത്തെ മെറ്റിയോറിൻ്റെ റിവ്യൂവിൽ നമ്മൾ ചെയ്ത പോലെ അത് 350 ആണ്. അത് ഇതുമായിട്ടും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് റോയൽ എൻഫീൽഡ് ഫാൻസിൻ്റെ കാര്യമാണ്. റോയൽ എൻഫീൽഡ് ഫാൻ ബേസിലുള്ള ആൾക്കാർക്ക് ഈ വണ്ടി ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ മോട്ടോർ സൈക്കിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെടും. ഫാൻസ് ആയിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞു നേരത്തെ ഇതിനകത്ത് ഗിയർ ചേഞ്ചിൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഹൈ ഗിയറിൽ നമുക്ക് ലോ സ്പീഡിൽ പോകാനായിട്ട് പറ്റില്ല ഈ വണ്ടിക്കകത്ത്. അത് ഒരു പ്രോബ്ലം അല്ല, അത് ഇതിൻ്റെ ക്യാരക്ടറാണ്. ഈ വണ്ടിയുടെ ക്യാരക്ടർ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ലോ സ്പീഡിൽ ഹൈ ഗിയറിൽ ലോ സ്പീഡിൽ പോകാൻ പറ്റുന്നൊരു വണ്ടിയല്ല. ഇടയ്ക്കിടയ്ക്ക് ഗിയർ ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടിരിക്കും. ഡൗൺ അപ്പ് ഷിഫ്റ്റ് അങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടിരിക്കും. നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും വണ്ടിയായിട്ട്. ഗിയർ ചേഞ്ചിങ്ങിലും എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയിരിക്കും. ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ക്ലച്ചിനെ കുറിച്ചും കൂടി പറഞ്ഞിട്ട് പോകാം. ഇതിൻ്റെ ക്ലച്ച് അത്യാവശ്യം സോഫ്റ്റ് ആണെന്ന് വെച്ചാൽ സോഫ്റ്റാണ്, പക്ക ഹാർഡും അല്ല. ആ ഒരു മിഡ് റേഞ്ച് കാറ്റഗറി നിൽക്കുന്നൊരു ക്ലച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ഹാർഡായിട്ടും തോന്നില്ല. നമുക്ക് സിറ്റി റൈഡ് കണ്ടീഷനിങ്ങിലും എല്ലാം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ക്ലച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് 2 റൈഡിങ് മോഡ്സാണ് വരുന്നത്. ഒന്ന് ഈക്കോ മോഡും ഒന്ന് പെർഫോമൻസ് മോഡും. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് പെർഫോമൻസ് മോഡിലായിരിക്കും ഉള്ളത്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പെർഫോമൻസ് മോഡ് എന്ന രീതിയിൽ കാണിക്കും. നമുക്ക് വൺസ് ഒന്ന് ടാപ്പ് ചെയ്തിന് മോഡ് ബട്ടൺ ഉണ്ട് റൈറ്റ് സൈഡിൽ. ഇതൊരു മോഡ് ബട്ടണിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഈക്കോ മോഡിലോട്ട് കൺവേർട്ട് ആവുന്നതായിരിക്കും. ഈക്കോ മോഡിൽ കുറച്ച് പവർ ലോസ് ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇതിനകത്തുണ്ട് കേട്ടോ. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പവറൊക്കെ ഒന്ന് മാനേജ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈക്കോ മോഡിലിട്ട് നിങ്ങൾക്ക് വണ്ടി റൈഡ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പുല്ല് കിട്ടുമെന്നേ ഉള്ളൂ. നിങ്ങൾ എല്ലാ മോട്ടോർ സൈക്കിളും ഓടിച്ച് പഠിക്കാനായിട്ട് എളുപ്പമാണ്. അത് അതിൻ്റെ പ്രോപ്പർ രീതിയിൽ തന്നെ അത് ഓടിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കാനായിട്ടും ഈസിയാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെന്ന് വെച്ചിട്ട് ചാടിക്കയറി എടുക്കാതിരിക്കണം. നിങ്ങൾക്ക് ആഗ്രഹമാണല്ലോ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വണ്ടി സ്വന്തമാക്കുക, അത് ഓടിച്ചു നോക്കി അതിൻ്റെ ഒരു ലെവലിലൊക്കെ തന്നെ ഓടിക്കുക. അതായിരിക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി.
ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അത് കറക്റ്റ് ആ ഒരു 4000 RPM ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ഗ്രണ്ട അങ്ങ് മാറും. നല്ല ഒരു ഫീൽ വരുന്നൊരു എക്സോസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ. ഇറ്റ്സ് വാസ് കൂൾ. ഭയങ്കര രസമാണ് ഇതിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട്. സിമിലർ ടു KTM. അതും പഴയ നമ്മുടെ വണ്ടികളുടെ കൂട്ട്, പഴയ KTMൻ്റെ കൂട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇതിൻ്റെ എക്സോസ്റ്റ് ആ ഒരു നോയ്സ്. അത് ഫുള്ളല്ല കേട്ടോ, ഇത് ഇടയ്ക്കിടയ്ക്കാണ് ആ നോയ്സ്. നമുക്ക് എവിടെയൊക്കെ ഒരു സിമിലാരിറ്റി തോന്നും, സംതിങ് ഫിഷി. പക്ഷേ ഇതെനിക്ക് ഇതുവരെ ലോങ് റൈഡ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് ഒരു 50 to 50 കിലോമീറ്റർ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ എനിക്ക് ഈ വണ്ടി ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഒരു ലോങ് റൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു എൻജിൻ പെർഫോമൻസ് വെച്ചിട്ടും ഈ വണ്ടിയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ടും എനിക്ക് ഷുവറാണ് ഈ വണ്ടി ലോങ് റൈഡിന് എന്തായാലും മടുപ്പ് വരുന്നില്ല. കാരണം അത്രയ്ക്ക് സെറ്റാണ് ഈ വണ്ടി ഓടിക്കാനായിട്ട്. പിന്നെ ആ ഒരു വിഷയം വരുമോ ഇല്ലയോ എന്ന് അറിയേണ്ടത് ഇതിൻ്റെ സീറ്റിങ്ങിലാണ്. ഇപ്പോൾ എന്തായാലും ഒരു 20 കിലോമീറ്റർ അല്ലെങ്കിൽ 30-40 കിലോമീറ്ററൊക്കെ നമുക്ക് വൺ സൈഡ് ഓടിക്കുന്ന സമയത്ത് ഇതുവരെ ഇതിനകത്ത് നിന്ന് എനിക്കൊരു ഡിസ്കംഫർട്ട് തോന്നുന്നില്ല ഈ സീറ്റിനകത്ത്. പക്ഷേ 2 സീറ്റ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ബെഞ്ച് സീറ്റും വരുന്നുണ്ട്, ഒരു അർബൻ സീറ്റും വരുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഇതുവരെ ഓടിച്ചിട്ടില്ല. സിൻസ് ഈ ഒരു സീറ്റിൽ മാത്രമേ നമ്മൾ ഇതുവരെ വണ്ടി റൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ നമുക്ക് ഇപ്പോൾ ഷെയർ ചെയ്യാനായിട്ട് നിലവിൽ പറ്റത്തുള്ളൂ. ഇതിന് ഏകദേശം ഒരു 20 തൊട്ട് 30 കിലോമീറ്റർ വരെ വൺ സൈഡ് നിർത്താതെ പോയിട്ടൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ ഒരു ചെറിയൊരു കിലോമീറ്ററാണ്. നോർമലി ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് ഹാർഡല്ല എന്നാണ് പറഞ്ഞത്. അത്യാവശ്യം സോഫ്റ്റ്നെസ് സീറ്റിനുണ്ട്, അത്യാവശ്യം കുഷ്യൻഡും ആണ് ഈ ഒരു പൊസിഷൻ. കാരണം ഇത് നമ്മൾ ഇരിക്കുന്ന ഒരു സീറ്റ് ബെഞ്ച് സീറ്റിൻ്റെ ഒരു പോലെയാണ്, നേരെയുള്ള സീറ്റാണ്. അപ്പോൾ ആ സീറ്റിനകത്തൊരു കർവ് പോലെ നമുക്ക് ബട്ടക്സ് ഒക്കെ വെക്കാനായിട്ട് കറക്റ്റ് സ്ഥലമുണ്ട്. നമ്മൾ അതിനകത്തായിരിക്കും ലോക്കഡ് ആയിട്ടിരിക്കുന്നത്. പിന്നെ ബേസിക്കലി ഒരു നേക്കഡ് ബൈക്ക് ആയതുകൊണ്ട് എല്ലാം ഭയങ്കര മിനിമലായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നല്ല അത്യാവശ്യം കംഫർട്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നൈസ്. ഇവിടെ എപ്പോഴും കളി ഉണ്ടാവും. കൊള്ളാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്യാവശ്യം ഇതിൻ്റെ ഏത് കീഴിലായാലും നമുക്ക് അത്യാവശ്യം നല്ലപോലെ അഗ്രസീവായിട്ട് പെർഫോം ചെയ്യും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും വണ്ടി ഈസി ആയിട്ട് നമുക്ക് കയറി പോകാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിലാണ് ഈ സാധനം. നമ്മൾ തിരിക്കുന്നിടത്ത് വണ്ടി നിൽക്കും, നമ്മൾ തിരിക്കുന്നിടത്ത് ഈ സാധനം നിൽക്കും എന്നൊരു കോൺഫിഡൻസ് ഈ വണ്ടിന് കിട്ടും. അതേപോലെ തന്നെ ത്രോട്ടിൽ റെസ്പോണ്ടും ഭയങ്കരമായിട്ട് ആക്യുറേറ്റഡ് ആണ്. നല്ലപോലെ രീതിയിൽ ത്രോട്ടിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ആക്യുറേറ്റ് ആണ്, ഏകദേശം നല്ല ആക്യുറേറ്റ് ആണ്. അതിനകത്ത് വേറെ വാക്കില്ല. ഏകദേശമല്ല, പക്ക ആക്യുറേറ്റ് ആണ് ത്രോട്ടിൽ റെസ്പോണ്ടിൻ്റെ കാര്യത്തിൽ. ഇതുവരെ ഒരു മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ത്രോട്ടിലിൻ്റെ കാര്യത്തിനകത്ത് ഉണ്ടായില്ല. വണ്ടിയിൽ നിന്നും ആ ഒരു മിസ്സിങ് ഉണ്ടായിട്ടില്ല. നമുക്ക് കൈ കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വണ്ടി കയറും. ആ രീതിയിൽ ആ പുള്ളിൽ തന്നെ വണ്ടി കയറും.
പിന്നെ അതിൻ്റെ ക്യാരക്ടർ നമുക്ക് അപ്പം ആ ഒരു ടൈമിൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ നല്ലപോലെ അഗ്രസീവായിട്ട് തന്നെ വണ്ടി പെർഫോം ചെയ്യും. ഇപ്പോൾ ആദ്യമായിട്ട് ഓടിക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പുള്ളിൽ ചിലപ്പോൾ നമുക്കൊരു പേടിയൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു എന്നാ നോക്കടാ പോകുന്നത്, നമ്മൾ ഇതേപോലെയൊക്കെയാണോ പോകുന്നതിനെന്തോ. എന്തായാലും നമുക്ക് അങ്ങനെയൊന്നും പോകണ്ട. നമുക്ക് ഓപ്പൺ റോഡ് കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ വണ്ടിയെ പുഷ് ചെയ്യാറുള്ളൂ. മാക്സിമം ഇങ്ങനെയുള്ള റോഡ്സിൽ നമ്മൾ സേഫായിട്ട് തന്നെ പോവാം. ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് കൊണ്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. അതിൽ നമുക്ക് ഹൈ ഗിയറിലൊന്നും പോകാനായിട്ട് പറ്റില്ല. വണ്ടിയിൽ നമ്മൾ അത്യാവശ്യം ഗിയർ ഡൗൺ ചെയ്ത് കൊണ്ട് കൊടുക്കേണ്ടി വരും. 6th ഗിയറിലൊന്നും നമുക്ക് പോകാനായിട്ട് പറ്റില്ല. ആ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ. നേരത്തെ DNA കാറ്റഗറിയുടെ കാര്യം, എൻഫീൽഡ് DNA കാറ്റഗറിയിലുള്ള വണ്ടിയല്ലേ ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗിയർ ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും, ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഹൈ ഗിയറിലൊന്നും ലോ സ്പീഡിൽ പോകാനായിട്ട് ഒഴിക്കാനും പറ്റില്ല. ഭയങ്കരമായിട്ട് നോക്കി ഈ എഞ്ചിൻ്റെ പ്രത്യേകതയായിട്ടാണ്. വീണ്ടും അതെടുത്ത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇതിന് ഇല്യൂമിനേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ. ലൈറ്റിൻ്റെ LED ലൈറ്റ്സാണ് വരുന്നത്. എനിക്ക് പക്ഷേ ബേസിക്കലി LED അത്ര താല്പര്യമില്ല. ഹാലജനാണ് ബെറ്റർ എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ഇത് എതിരെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അല്ലാതെ നമ്മൾ ഈ വണ്ടി മാത്രം ഓടി പോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് ഇതിൻ്റെ വെട്ടം. പക്ഷേ ഇതിൻ്റെ എതിരെ വരുന്നവർക്ക് ഭയങ്കര വെട്ടമാണ്. LED ഒരു പ്രത്യേകതയാണ്. എതിരെ വരുന്നവർക്ക് ഭയങ്കര വെട്ടമായിരിക്കും, ഓടിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ശോകമായിരിക്കും. പക്ഷേ ഇത് ഓക്കെയാണ്, ഇതിൻ്റെ വെട്ടം കാണാനായിട്ട് പറ്റും. പക്ഷേ ഹാലജൻ്റെ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ എല്ലാം ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട്, ഭയങ്കര രസമാണ്. ഇതിൻ്റെ റിയർ ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഇൻഡിക്കേറ്ററിനകത്ത് തന്നെ ബ്രേക്ക് ലൈറ്റ് നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ആ ഹിമാലയൻ 450ലും അതേപോലെ തന്നെയാണ് കാണാനായിട്ട്. പിന്നെ ഹാസാർഡ് സ്വിച്ച് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ LED ആണ് ഓൾസോ. പിന്നെ ഇതിൻ്റെ മീറ്ററിനകത്ത് കുറേ അപ്ഡേഷൻസും കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിനകത്തെന്ന് വെച്ചാൽ നമുക്ക് ട്രിപ്പർ നാവിഗേഷൻ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ട്രിപ്പർ നാവിഗേഷൻ എന്നല്ല എന്നെ പറയുന്നത്, ട്രിപ്പർ ഡാഷ് എന്ന് പറയുന്നത്. ട്രിപ്പർ നാവിഗേഷൻ മറ്റിനകത്ത് ട്രിപ്പർ ഡാഷ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫുൾ മാപ്പ് നാവിഗേഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇതിനകത്ത് നമുക്ക് ഫുൾ മാപ്പ് നാവിഗേഷൻ നമുക്ക് ഇടാനായിട്ട് പറ്റും. മാപ്പ് ഫുൾ ഇതിനകത്ത് കാണും. അതാണ് ബേസിക്കായിട്ടുള്ള സാധനം, അത്രയേ ഉള്ളൂ. പിന്നെ മ്യൂസിക് കൺട്രോൾസ്, നിങ്ങൾക്ക് 5 കോൾസ്, 5 മെസ്സേജസ്, 5 മിസ്ഡ് കോൾസ്, അതെല്ലാം നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ റിപ്പോർട്ടഡ് ആയിട്ട് വരും. നമുക്കത് ജോയിസ്റ്റിക്ക്, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ജോയിസ്റ്റിക്ക് ഉണ്ട്. ആ ജോയിസ്റ്റിക്ക് വെച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് വരും. പിന്നെ ഡാർക്ക് തീം ആൻഡ് ഡേ തീം, ആ 2 തീമുകളുണ്ട് ഇതിനകത്ത്. എന്ന് വെച്ചാൽ മീറ്ററിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ബേസിക്കലി ഉണ്ട്. നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജോയിസ്റ്റിക്ക് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. ഹോം ബട്ടൺ ആൻഡ് ജോയിസ്റ്റിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. റൈറ്റ് സൈഡിൽ മോഡ് ബട്ടണും ഉണ്ട്. ഇത്രയും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിസ്പ്ലേയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള ജോയിസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനെല്ലാം ബേസിക്കലി ഫിസിക്കൽ ഡാമേജ് അല്ലാത്ത ഇതിൻ്റെ ഫങ്ഷനിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ വാറണ്ടിയും കാര്യങ്ങളും ഓൾറെഡി വണ്ടിയുടെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ജോയിസ്റ്റിക്കൊക്കെ ഉപയോഗിക്കുമ്പം അധികം ഭയങ്കരമായിട്ട് പുഷ് ചെയ്യാതെ സോഫ്റ്റായിട്ട് തന്നെ പുഷ് ചെയ്യാൻ നോക്കുക. കാരണം ഇത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഫിസിക്കലി ഡാമേജ്ഡ് ആയാണെന്നേ പറയുള്ളൂ. അതിന് വാറണ്ടിയോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതിനകത്താണ് എഴുതി കാണിക്കുന്നുണ്ട് അപ്പിയറൻസ്. ഇപ്പോൾ വണ്ടി ഓടിച്ചോണ്ടൊന്നും ചെയ്യില്ല കേട്ടോ. വണ്ടി ഓടിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോയി തെങ്ങിന് മണ്ടയ്ക്കാവും, പ്രത്യേകിച്ച് ഈ വണ്ടിയൊക്കെ എല്ലാം നിർത്തിയിട്ടേ ചെയ്യാവൂ. ഇതിപ്പോൾ അത്യാവശ്യം ട്രാഫിക് കണ്ടീഷനാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹീറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് റേഡിയേറ്റർ ഫാനും കാര്യങ്ങളെല്ലാം വർക്കിടാവും. അതുകൊണ്ട് വലിയ ഹീറ്റിങ്ങിൽ നിന്ന് നമുക്കൊന്ന് രക്ഷ നേടാനായിട്ട് ഇത് പറ്റുന്നുണ്ട്. പക്ഷേ ആ ഒരു സാധനം എത്രത്തോളം ലോങ് റൈഡ് ചെയ്യുമ്പോഴത്തേന് അത് എങ്ങനെ ഉണ്ടാവും നമുക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും ലോങ് റൈഡ് ചെയ്യുമ്പോഴത്തേന് ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിനകത്തൊന്നും വിഷയം വരത്തില്ല. കാരണം റൈഡ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഓൾമോസ്റ്റ് തണുക്കും. ഇത് സിറ്റി ട്രാഫിക് കണ്ടീഷനുകളിൽ മാത്രമേ ഉള്ളൂ ഈ ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് 650cc തോന്നിയിട്ടുള്ളത്. അതിലാണെന്നുണ്ടെങ്കിൽ ഒരു റേഡിയേറ്റർ പോലും ഇല്ല, നോർമൽ എയർ കൂൾഡ് എഞ്ചിൻ തന്നെയാണത്. അപ്പം അത് ഹീറ്റ് ചെയ്യുന്നതിൻ്റെ അത്ര എന്തായാലും ഈ സാധനം ഹീറ്റ് ചെയ്യാൻ ചാൻസ് ഭയങ്കര കുറവാണ്, റേഡിയേറ്റർ ഫാനും കൂടെ ഉള്ളതുകൊണ്ട്. അങ്ങനെ നമ്മുടെ ടൗണിലോട്ടെത്തി.
പിന്നെ ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യത്തിൽ ഫോഴ്സ് ന്യൂട്രൽ വീഴുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോഴ്സ് ന്യൂട്രൽ ഇതുവരെയും കിട്ടിയിട്ടില്ല. ഗിയർ ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇതുവരെ ഫോഴ്സ് ന്യൂട്രൽ കിട്ടിയിട്ടില്ല. അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ് ആവുന്നത്. ഈ ത്രോട്ടിൽ ഇത്രയും ആക്യുറേറ്റ് ആയത് ഇതിൻ്റെ റൈഡ് ബൈ വയർ ടെക്നോളജി ഉള്ളതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. അത് തന്നെയായിരിക്കും കാര്യവും. റൈഡ് ബൈ വയർ ടെക്നോളജി ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ത്രോട്ടിൽ ഇത്രയും ആക്യുറേറ്റ് ആയത്. ഇതാണ് നമ്മുടെ തൂക്കുപാലത്തിൻ്റെ അവസ്ഥ. രാത്രി ലൈറ്റും ഇല്ല, വെട്ടം വിളിച്ചൊന്നുമില്ല.